എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. നമ്മൾ വിഷു ആഘോഷിക്കുന്നെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം നമ്മൾ ഓർക്കാറില്ല. രണ്ട് രീതിയിൽ ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. ഒന്ന്, സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ലങ്കയിൽ സൂര്യൻ്റെ ഉദയമില്ലാത്ത രീതിയിൽ രാത്രിയുടെ എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ ഒരു പ്രതീതമായി പിടിച്ചു വയ്ക്കുന്നതായിട്ട് പറയപ്പെടുന്നു. രാവണനെ രാമൻ വധിച്ചുകൊണ്ട് അതിനൊരു മോചനം കൊടുക്കുന്നുണ്ട്. ആ ദിനത്തെയും വിഷുവായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. മറ്റൊന്ന്, കൃഷ്ണൻ നരകാസുരനെ വധിക്കുന്നതിനും ആ ദിനത്തെയും നമ്മൾ വിഷുവായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിൽ കണിക്കൊന്ന എവിടെ വരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മുടെ രാമൻ ബാലിയെ വധിക്കുന്നുണ്ട്. അതും ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ഒളി അമ്പെറിയുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നീട് ആ മരത്തിന് അറിയപ്പെട്ടത് ബാലിയെ കൊന്ന മരം എന്നാണ്. അങ്ങനെ ഈ കൊന്നയ്ക്ക് ഒരു വിഷമം തോന്നി ശാപമോക്ഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്നൊരു വരമാണ് ഈ കണി കാണാനായിട്ട് വയ്ക്കുന്നതായിട്ട് ഐതിഹ്യം പറയപ്പെടുന്നു. അപ്പോൾ അതിനോട്ട് പോകുന്നില്ല, അത് ഒരു സമയം കൊണ്ട് തീരത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് അതിൻ്റെ പിന്നാമ്പുറം. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഈ വിഷുദിനം എല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാകട്ടെ.